ഇന്ത്യയിൽ ഇപ്പോൾ ടൂ വീലറിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് അഡ്വഞ്ചർ സെഗ്മെന്റ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഹീറോന്റെ എക്സ്പൾസ് 2 അവർ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഹിമാലയൻ 450 അവൈലബിൾ ആണ്. KTMന്റെ പുതിയ ADV 390 വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്ക് കൊണ്ടുവരാത്തൊരു കമ്പനീസ് എന്ന് പറയുന്നത് 3 കമ്പനീസ് ആണുള്ളത്. ഒന്ന് യമഹയാണ്, പിന്നെ ബജാജും TVS ആണ്. രണ്ടും ഇന്ത്യൻ കമ്പനീസാണ്, ഒന്ന് ജപ്പാനാണ്. അതിലിപ്പോൾ TVSന്റെ കാര്യത്തിൽ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. TVSന്റെ പുതിയൊരു അഡ്വഞ്ചർ ബൈക്ക് അടുത്ത വർഷത്തോടു കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. TVSന്റെ പുതിയ അഡ്വഞ്ചർ ബൈക്കിന്റെ ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടുന്ന റൂമേഴ്സ് നോക്കുകയാണെങ്കിൽ TVSന്റെ 310cc ഒരു അഡ്വഞ്ചർ ബൈക്കാണ് ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം TVSന്റെ 2 മോഡൽ, TVSന്റെ RTR 310 RR 310 സെയിം എഞ്ചിൻ വരുന്നത് BMW ആണ്. TVSും BMW തമ്മിലൊരു ടൈപ്പ് ഉണ്ട്. ആ ഒരു ടൈപ്പിൽ ബിൽഡ് ചെയ്ത ബൈക്കാണ് നേരത്തെ പറഞ്ഞ 2 ബൈക്കും. ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിൽ വരാൻ പോകുന്നത് 310cc എഞ്ചിൻ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ മാത്രമാണ് BMWന്റെ, ബാക്കി എല്ലാ കാര്യങ്ങളും TVS ആണ് നിർമ്മിക്കാൻ പോകുന്നത്. വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു UHT ഫോർക്കാണ്, അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ബ്രേക്സിന്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ആണ്. സ്ലിപ്പർ ക്ലച്ചും അതുപോലെ തന്നെ ABS ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. സ്വിച്ചബിൾ ABS ആയിരിക്കും. എന്തായാലും വണ്ടിയുടെ ഡിസൈൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല. വണ്ടിന്റെ കൺസെപ്റ്റ് ഡിസൈൻ പോലും ഇതുവരെ ലീക്ക് ആയിട്ടില്ല. TVS ആയതുകൊണ്ട് ലുക്കിന്റെ കാര്യത്തിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസൈനൊക്കെ അടിപൊളിയായിരിക്കും. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഫീച്ചേഴ്സിൽ ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നത് TVS ആണ്. ഒരു ലോഡ് കണക്കിന് ഫീച്ചേഴ്സ് ഈ ഒരു ബൈക്കിന് വരുന്നതായിരിക്കും. ഫീച്ചേഴ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഡുവൽ ചാനൽ ABS ആണ്, സ്ലിപ്പർ ക്ലച്ചും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, റൈഡിംഗ് മോഡ്സും വണ്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വണ്ടി ഫുള്ളി LED ലൈറ്റിലായിരിക്കും വരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടൈൽ സെക്ഷനും ഇൻഡിക്കേറ്ററും ഫുൾ LED ആയിരിക്കും. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 19 ഇഞ്ചിന്റെ സ്പോക്ക് വീലോട് കൂടി ട്യൂബ്ലെസ് ടയറിലായിരിക്കും ഈ ഒരു ബൈക്ക് വരാൻ പോകുന്നത്. ഇന്ത്യൻ അഡ്വഞ്ചർ ബൈക്കിൽ ഇപ്പോൾ സ്പോക്ക് വീലിൽ ട്യൂബ്ലെസ് ടയർ വളരെ കുറവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഹിമാലയൻ കൊണ്ടുവന്നത്, ഹിമാലയൻ 450. പക്ഷേ ആ ഒരു ബൈക്കിന്റെ ആ ഒരു ട്യൂബ്ലെസ് ടയറിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അഡീഷണൽ ആയിട്ട് വാങ്ങലാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബൈക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നില്ല. ഇതൊരു 310cc ഉള്ള ഒരു TVSന്റെ അഡ്വഞ്ചർ ബൈക്കാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BMW എക്മയിൽ വെച്ചിട്ട് കുറച്ച് കൺസെപ്റ്റ് മോഡൽ, അഡ്വഞ്ചർ ബൈക്കിന്റെ കൺസെപ്റ്റ് മോഡൽ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. BMW അൺവീൽ ചെയ്ത മോഡൽ BMWയുടെ F450 GS എന്ന് പറഞ്ഞിട്ടാണ്. അത് കാണാനും നല്ല ലുക്കാണ്, പക്ക അഡ്വഞ്ചർ ലുക്കും. അതുപോലെ തന്നെ ഒരു സ്പോക്ക് വീലിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് തന്നെയായിരിക്കും. പക്ഷേ ഇതിൽ നിന്നും വ്യത്യാസങ്ങൾ TVSന്റെ ബൈക്കിൽ നമ്മൾ കാണാൻ പറ്റും. ഏകദേശം അതേ ഒരു ടൈപ്പിലുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും TVSന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത്. ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ മെയിൻ കോമ്പറ്റേറ്റർ ആയിട്ട് വരാൻ പോകുന്നത് ഹിമാലയൻ 450യും KTMന്റെ ADV 390 ആണ്. ഇനി വണ്ടിയുടെ ലോഞ്ച് ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ 2025 പകുതിയോടുകൂടിയായിരിക്കും, മിഡോടുകൂടിയായിരിക്കും വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിട്ടുള്ളത് ബൈക്ക് വാല എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റ് ആണ്. അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷുവറാണ്. അവർ പറഞ്ഞ എല്ലാ ബൈക്കും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരതിൽ പറയുന്ന കാര്യം TVSന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്കായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും TVSന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.